സത്യം പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡ് വളരെ മോശം എപ്പിസോഡായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ആ മോശം എപ്പിസോഡ് ആക്കിയത് ഷാനവാസ്, ബിന്നി, ലക്ഷ്മി ഈ 3 പേരും കൂടെ ഇന്നത്തെ എപ്പിസോഡ് 6 ബോറാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ഉച്ചയ്ക്ക് ശേഷം, അതായത് ഈ വൈകുന്നേരം ഇവർ ജയിലിലേക്ക് പോയതിനു ശേഷമുള്ള കണ്ടന്റ്സ് ഒക്കെ വളരെ മോശമാണ്. പ്രത്യേകിച്ച് ഷാനവാസിന്റെ വായിൽ നിന്ന് വാക്കുകൾ എന്തോന്നാണ് ഇയാൾ കാണിക്കുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആദിലെ നൂറെ വരെ പറയാണ് ഒരു മെയിൻ ഷോവനിസ്റ്റ് ആണ് ഷാനവാസ് എന്ന്. സത്യം ഇത്രയും ഒരു നിലവാരം കുറഞ്ഞ കണ്ടസ്റ്റൻസ് ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല. കാരണം അത്രയ്ക്ക് നിലവാരം കുറഞ്ഞ കണ്ടസ്റ്റൻസ് ആണ് ഇവര്, പറയാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനും നടന്നു, ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഇവിടെ എവിക്ഷന്റെ ഷൂട്ട് നടന്നിട്ടുണ്ട്, വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് നടന്നിട്ടുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള 2 പേര് എവിക്റ്റ് ആയി എന്നാണ് അറിയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം, റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പം നമുക്ക് റിവ്യൂ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മുടെ മോർണിംഗ് ഡാൻസിന് ശേഷം ഷാനവാസ് നേരെ അനീഷിന്റെ അടുത്ത് പോകുന്നുണ്ട്. കോംബോ പിടിക്കാൻ പോകുന്നതാ, വേറെ ഒന്നും കൊണ്ടല്ല, കോംബോ പിടിക്കാൻ പോകുന്നതാ. അനീഷിനെ ഒരുമാതിരി പോയിട്ട് ചൊറിയുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വേറെ നല്ല കോംബോ പിടിക്കാൻ തന്നെയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ആര്യൻ അവിടെ ഇരിക്കുകയാണ്. ആര്യൻ അവിടെ ഇരിക്കുമ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഷാനവാസിന്റെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വിളിക്കുന്നുണ്ട്. അപ്പൊ ഉടനെ ഷാനവാസ് അടുത്ത് ബിന്നി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഉടനെ ഷാനവാസ് അനീഷിനോട് പറയാണ് ചുമ്മാതല്ല, ചാണകം ചാരിയാൽ ചാണകേ മണക്കുള്ളൂ എന്ന്. ബിന്നി അടുത്തിരിക്കുന്നതിന് പറയുന്നതാണ്. വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ് ഷാനവാസ് പറഞ്ഞത്. അത് പറയാതിരിക്കാൻ പറ്റൂല, കാരണം ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ല. വളരെ മോശം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് അതിനുശേഷം അനിമോളും നോറയും കൂടെ അവിടെ വെസൽ ക്ലീൻ ചെയ്യുമ്പോൾ ടോക്കാണ്. അത് എന്തോന്നാണ് വെസൽ ക്ലീൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. ആൻഡ് ഇതിനുശേഷം സ്റ്റോർ റൂമിലെ ബെല്ലടിച്ചപ്പം അത് ഈ നമ്മുടെ മോർണിംഗ് ടാസ്ക് വന്നതാണ്. അപ്പം ഉടനെ പോയിട്ട് ബിന്നി എടുക്കാൻ പോകുമ്പോൾ അനീഷ് ഉടനെ പോയിട്ട് എടുക്കാൻ പോവാ. അപ്പൊ അത് ബിന്നി ചോദിച്ചത്, അതായത് അനീഷ് അവിടെ ഒരു കിച്ചണിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയ്ക്ക് അത് ഇട്ടിച്ചാണ് അനീഷ് കിടന്ന് ഓടിയത്. ഇത് അനീഷ് ആണെങ്കിൽ ഇതിന്റെ അതുപോലെ തന്നെ അനീഷും അവിടെ ബിഹേവ് ചെയ്യുന്നത്. അനീഷും ഒരുമാതിരി ബിഹേവിയറാണ് അനീഷും ഇപ്പോൾ അവിടെ കാണിക്കുന്നത്. അനീഷിന്റെ പ്രയാസം മോശമായിട്ട് തന്നെയാണ് വരുന്നത്, പറയാതിരിക്കാൻ പറ്റൂല. ഉടനെ അനീഷ് പോയിട്ട് അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് പോയിട്ട് ബിന്നി എടുക്കുന്നതിന് അവിടെ കിടന്ന് അനീഷ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക. ഇതിനെതിരെ ബിന്നിയും അനിമോളും കറക്റ്റ് പോയിന്റ് വെച്ച് അനീഷിനെ വായ അടപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ബിന്നിയും കണക്കിന് കൊടുക്കുന്നുണ്ട് അവിടെ. കാരണം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് എടുത്തിട്ട് സ്റ്റോർ റൂമിൽ പോവാ. ഇത് വന്നതാ, അതിന് വേണ്ടി ഇയാൾ പോവാ. പിന്നെ എന്തിനാണ് അവിടെ ക്യാപ്റ്റൻ ഇരിക്കുന്നത്? അപ്പൊ അനീഷിന്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. എന്നിട്ട് അനീഷിനെ ന്യായീകരിച്ച് ഞാൻ പോവും എന്ന് പറഞ്ഞ് വളരെ ബോറിംഗ് ആയിട്ടാണ് അനീഷിനെ ഇന്ന് ഫീൽ ചെയ്തത്. ഇതിനുശേഷം ജയിൽ നോമിനേഷൻ വരികയാണ്. അതിൽ ജയിൽ നോമിനേഷൻ ഷാനവാസിനെ അനീഷിനെയാണ് വീട്ടുകാർ ജയിൽ നോമിനേറ്റ് ചെയ്ത് വിടുന്നത്. എന്നിട്ട് ഇവരെ നേരെ ജയിലിലേക്ക് വിടുകയാണ്. അക്ബർ പാട്ട് പാടി ഇവരെ ജയിലിലേക്ക് വിടുകയാണ്. ആൻഡ് അതിനുശേഷം ഷാനവാസ് റൂൾസ് തെറ്റിച്ച് വീടിനകത്തേക്ക് വാഷ്റൂമിൽ പോകണമെന്ന് റൂൾസ് തെറ്റിച്ച് അവിടെ വീടിനകത്തേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ വേറൊന്നുമല്ല, ബിന്നീനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യാനും ബിന്നിയെ ദേഷ്യം പിടിപ്പിക്കാനും തന്നെയാണ് ഷാനവാസ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ആൻഡ് ഇതിനുശേഷം ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നു. അതിൽ ക്യാപ്റ്റൻസി നോമിനേഷന് കൂടുതൽ വോട്ട് കിട്ടുന്നതും ആദില, ലക്ഷ്മി, ജിസയിലാണ്. അനിമോക്കും ഒക്കെ അത്യാവശ്യം ഇതുണ്ടായിരുന്നു, പേരുകളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനുശേഷം നെവിനും ബിന്നിയും കൂടെ അവിടെ ബിഗ് ബോസിന് പൂജ നടത്തുകയാണ്. കാരണം നല്ല ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി ബിഗ് ബോസിന് വേണ്ടി പൂജ നടത്തുകയാണ് നമ്മളെ ബിന്നിയും നെവിനും കൂടെ. ആൻഡ് അതിനുശേഷം ജയിൽ ടാസ്ക് വരികയാണ്. ഇവർക്ക് അരിയാട്ടാനാണ് ജയിൽ ടാസ്ക്. അതിനുശേഷം ഷാനവാസ് ടാസ്ക് ചെയ്യാത്തത് ബിന്നി ചോദിക്കുകയാണ്. അതായത് ഇവിടെ അരി ആട്ടിക്കൊണ്ടിരിക്കുന്ന അനീഷാണ്. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആട്ടാനാണ്. ഇവര് പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അരി അനീഷ് ആട്ടിച്ച് ഷാനവാസ് ഉഴുന്നാട്ടാനാണ്. അപ്പൊ ഇത് ഒരുമിച്ച് ചെയ്യാത്തതുകൊണ്ട് ബിന്നി വന്ന് ചോദിച്ചു എന്തിനാണ് ഇവർ ഒരുമിച്ച് ചെയ്യാൻ ടാസ്ക് ചെയ്യാത്തത്. അപ്പം അവിടെ ഇവര് തമ്മിൽ അപ്പൊ ഉടനെ ഷാനവാസ് ചാടി കയറിയിട്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് അരി ഞാൻ ആട്ടിയിട്ട് ഷാനവാസ് അവിടെ ഉഴുന്നാട്ടും. അപ്പൊ ബിന്നി പറഞ്ഞ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യാനല്ല ടാസ്ക് എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ ഷാനവാസ് അവിടെ കയറിയിട്ട് എന്തടി പോടി എന്ന് പറഞ്ഞ് ഷാനവാസ് അവിടെ തുടങ്ങി. നിനക്ക് ഒരു വിലയില്ലാത്ത ക്യാപ്റ്റൻസിനൊക്കെ ഷാനവാസ് കുറ്റം പറഞ്ഞു. ആൻഡ് ഇതിന് ശേഷം അവിടെ ഷാനവാസും ബിന്നിയും തമ്മിൽ ഒരു വഴക്കുണ്ടാവുന്നുണ്ട്. പിന്നെ KB നമ്പൂതിരിസിന്റെ ടാസ്ക് ആണ്, അത് നല്ല ചിരി ആനയെന്ന് നോക്കിയാണ്. അതായത് ഒനീലിനെയാണ് സെലക്ട് ചെയ്ത് വിട്ടത്. ആൻഡ് അതുപോലെ തന്നെ കോഴിക്കുള്ള ടാസ്ക് വരെയാണ്, നമ്മളെ ഫുഡ് മെറ്റീരിയൽസ് എടുക്കാനുള്ള ടാസ്ക് ആണ്. അപ്പൊ 2 ടീമായിട്ടാണ് ടാസ്ക്. ഏത് ടീമാണ് വിജയിക്കുന്നത് അവരെടുത്ത ഫുഡ് ഏതാണ് അത് അവർക്ക് കിട്ടും. അതാണ് ടാസ്ക്. മറ്റേ കോഴിയുടെ ശബ്ദം ഉണ്ടാക്കുന്ന ആ പാവ കാലിൽ കെട്ടിച്ച് അടിക്കുന്ന ആ ടാസ്ക് ആണ്. അപ്പം അതിൽ നെവിൻ ആണ് അതില് നമ്മുടെ ഇതായിട്ട് നിൽക്കുന്നത്, ഇൻവിജിലേറ്റർ ആയിട്ട് നിൽക്കുന്നത്.
അപ്പം അങ്ങനെ എടുത്തതിലും അവിടെ ഒരു വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. നെവിൻ എഗെയിൻസ്റ്റ് അവിടെ ആര്യനൊക്കെ നിൽക്കുന്നുണ്ട്. ആര്യനും നെവിനുമായിട്ട് വഴക്കൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ ഇതിനിടയ്ക്ക് അനിമോൾ കണ്ണ് കാണാമെന്ന് ജിസേലും ബഹളം വെക്കുന്നുണ്ട്. ജിസേലിന് കണ്ണ് കാണാമെന്ന് പറഞ്ഞ് അനിമോളും ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് അതിനുശേഷം വാഷ്റൂമിലേക്ക് പോകാൻ വേണ്ടി ഇവിടെയാണ് അടി തുടങ്ങുന്നത്. അതായത് വാഷ്റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അനീഷ് ആര്യനോട് പറഞ്ഞു. അങ്ങനെ ബിന്നി വരെയാണ്. ബിന്നി വന്ന് തുറന്നു കൊടുക്കുന്നത്. ബിന്നി പറയുകയാണ് നല്ല ക്യാപ്റ്റൻസി ആണെന്ന് ഒരു വാക്ക് പറ, ഞാൻ തുറക്കാം എന്ന് പറ, അവിടെ പ്രശ്നം തീരും എന്ന് ബിന്നി പറയാണ്. സത്യം പറഞ്ഞാൽ ബിന്നി അവിടെ കുരിപ്പുണ്ടാക്കാൻ വേണ്ടി നോക്കി തന്നെയാണ്. ആൻഡ് അത് പറയില്ല, മോശം ക്യാപ്റ്റൻ അനീഷ് പറയാണ്. അങ്ങനെ അവിടെ ബിന്നി തുറക്കുന്നില്ല. അങ്ങനെ ബിന്നി പ്രൊവോക്കായിട്ട് അവിടെ എഗെയിൻസ്റ്റ് ആയിട്ട് നല്ലപോലെ പറയുന്നുണ്ട്. ഷാനവാസിന് എഗെയിൻസ്റ്റ് ആയിട്ടും പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു വലിയ വഴക്ക് എന്ന് പറഞ്ഞാൽ നല്ല വലിയ വഴക്കാണ്. അവിടെ ബിന്നി എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, ഷാനവാസ് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഷാനവാസിന്റെ മെയിൽ ഷോവിനിസ്റ്റ് ബിഹേവിയർ എല്ലാം പുറത്തിറങ്ങി വരുന്നുമുണ്ട്. കാരണം അത്രയ്ക്ക് മോശ പരാമർശങ്ങളാണ് രണ്ടുപേരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പൊ ഇതിനിടയ്ക്ക് എന്ത് ചെയ്തു, തവിയിലിരുന്ന മാവെടുത്ത് ഷാനവാസ് കയറി ഒഴിച്ചു. ഇത് കുടഞ്ഞതല്ല, അങ്ങനെ സംസാരിച്ച് കുടഞ്ഞതല്ല, ഷാനവാസ് മനഃപൂർവ്വം ഒഴിച്ചതാണ്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ഇതിനെ ഷാനവാസ് ന്യായീകരിക്കുന്നുണ്ട്, രാത്രി ഇരുന്നിട്ട് ന്യായീകരിക്കുന്നുണ്ട്, അക്ബറിനോടൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. ഷാനവാസ് ശരിക്കും അവിടെ ഒഴിച്ചത് തന്നെയാണ്, മാവ് നമുക്ക് കണ്ടാൽ അറിയാം മാവ് ഒഴിച്ചത് തന്നെയാണ്. അപ്പം അവിടെ എന്താണ്, ഷാനവാസ് അവിടെ നല്ല അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. ബിന്നിയുടെ ഹസ്ബൻഡ് ന്യൂബിനെയൊക്കെ മോശമായിട്ട് പറയുന്നുണ്ട്. ബിന്നിയും തിരിച്ച് പറയുന്നുണ്ട്, വീട്ടിലിരിക്കുന്ന ഭാര്യയെ പോയി ഇങ്ങനെ കാണിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു പൊരിഞ്ഞ അടിയും വഴക്കുണ്ടാണ്. എല്ലാവരും കൂടുന്നുണ്ട്. ഇതിന് മാവ് ഒഴിച്ചതിന് ഷാനവാസിനെ ലക്ഷ്മിയെ പറയുന്നുണ്ട്, എന്നാൽ ലക്ഷ്മിയെ കുറെ മോശം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രത്തോളം ഒരു വൃത്തിയായിട്ട പരാമർശം ഷാനവാസ് അവിടെ നടത്തുന്നുണ്ട്. പക്കാ മെയിൽ ഷോവിനിസ്റ്റ് ആ വാക്ക് കിട്ടുന്നില്ല, ഒരു പരാമർശമാണ് ഷാനവാസ് അവിടെ നടത്തുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. എന്തൊരു വൃത്തിയായിട്ട ബിഹേവിയർ ആണ് ഇവർ കാണിക്കുന്നത്. ഇതിനിടയ്ക്ക് അനീഷ് പോയിട്ട് ജയില് മറയ്ക്കുന്നു, അടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കർട്ടൻ ഇട്ട് മറയ്ക്കുന്നു. അയ്യോ, ഒരു വല്ലാത്തൊരു ഒരു ഇതായിപ്പോയി. അങ്ങനെ അതിന്റെ പേരിൽ ബിന്നി ക്യാമറയിൽ പോയി നോക്കിയാണ് എന്റെ ക്യാപ്റ്റൻസി നോമിനേഷൻ പറഞ്ഞു, എന്റെ ദേഹത്ത് മാവ് ഒഴിച്ചു, എന്റെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞു ഞാൻ ജയിൽ തുറക്കില്ല എന്ന് കടും പിടിച്ച് നിൽക്കുകയാണ് ബിന്നി. അങ്ങനെ അവിടെ വഴക്കുണ്ടാവുന്നുണ്ട്. എല്ലാ പെണ്ണുങ്ങളെല്ലാം മോശം പറയാണ് ഇയാള്. അപ്പൊ അക്ബർ ഒനിയിൽ വരുന്ന നിന്റെ ദേഹത്ത് മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നീ തുറക്കണ്ട എന്ന് അക്ബർ നെവിൻ ഒനിയിലൊക്കെ വന്ന് പറയണം. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, അതായത് പ്രാഥമിക കാര്യങ്ങൾ തടയാൻ പറ്റില്ല, അതുകൊണ്ട് അവരെ ആവശ്യമുള്ളവരെ മോചിപ്പിച്ചു കൊടുക്കാൻ ബിഗ് ബോസ് പറയാണ്. അങ്ങനെ ബിഗ് ബോസ് പറയുന്നിട്ട് അത് ഇത് തുറന്നു വിടുകയാണ്. ഇത് തുറന്നു വിടുമ്പോൾ ഷാനവാസ് പുറത്തിറങ്ങിയിട്ട് പ്രൊവോക്കിംഗ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ 6 ബോറാണ് കേട്ടോ ഷാനവാസ്, പറയാതിരിക്കാൻ പറ്റൂല. മോശമേ പറയാനുള്ളൂ ഷാനവാസിനെ പറ്റിയിട്ട്. കാരണം ഒന്നുമില്ല, ഇത് മാസ് കാണിക്കണമെന്നില്ല, ഇയാൾ പക്ക ഒരു വൃത്തിയുടെ സ്വഭാവം കാണിക്കുന്നതല്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇത് മാസ് എന്ന് പറഞ്ഞ് കുറെ PR-കാർ എടുത്ത് മാസ് ഫാൻസുകാരും കാണിക്കുമായിരിക്കും, പക്ഷെ വളരെ മോശം ബിഹേവിയർ തന്നെയാണ് കാണിച്ചത് ഷാനവാസ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് അങ്ങനെ ജയിലിൽ തുറന്നു കിടക്കുകയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പം. എന്നിട്ട് ലക്ഷ്മിയും നല്ല ഫൈറ്റ് ഉണ്ടാകുന്നു. ലക്ഷ്മിയും ഷാനവാസും തമ്മിൽ നല്ല ഫൈറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ശരിക്കും നല്ല ഫൈറ്റ്. നീ പോയി തമ്പുരാട്ടി, നിന്റെ ഭർത്താവിനെ പോയി വിളിക്കുക, അങ്ങനെയൊക്കെ വളരെ മോശം വാക്കുകൾ പറയുന്നുണ്ട്. ആൻഡ് ലക്ഷ്മി ഇവിടെ വന്ന് വെളിയിൽ വന്ന് പറഞ്ഞു, അനിമോൾ ഒനിയിൽ അക്ബർ നിങ്ങളെ ജിസയിൽ വിളിക്കുന്നു, ചെന്ന് കിച്ചണിൽ സഹായിക്കാനെന്ന് ഭയങ്കര ഷൗട്ടിങ് മോഡ് ലക്ഷ്മി സംസാരിച്ചു. മോശം, അത് ലക്ഷ്മിയുടെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. അപ്പൊ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒനിയിലും അക്ബറും കൂടെ സംസാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ലക്ഷ്മി ഇഷ്ടമല്ല. അവിടെയുള്ള മിക്ക മെയിൻസിനും, അതായത് ഈ ഒനിയിൽ, അക്ബർ, ഷാനവാസ്, ഇവർക്കൊന്നും ലക്ഷ്മിനെ ഇഷ്ടമല്ല. ആരിന്റെ നെവിന്റെ കാര്യം അറിയില്ല. നെവിൻ എന്തായാലും ലക്ഷ്മി ഇഷ്ടമാണ്, പക്ഷെ ഒനിയിലും അക്ബറിനും ഷാനവാസിനും ലക്ഷ്മിനെ ഇഷ്ടമല്ല, അത് വേറെ കാര്യം. പിന്നെ അതിനുശേഷം അവിടെ എന്താ, അങ്ങനെ ലക്ഷ്മിക്കെതിരെ ഒനിയിൽ അക്ബറൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ന്യൂറയും കൂടെ ഈ ഫുഡ് ടാസ്ക് കിട്ടിയ ഒരു കോയിൻ അവിടെ ഉണ്ടായിരുന്നു. ഇത് കട്ടോണ്ട് ന്യൂറയും അനുമോളും കൂടെ പോകുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. അത് കട്ടോണ്ട് മുറി പോകാതെ സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കാൻ വേണ്ടി ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. ഇതിന് ശേഷം നമ്മുടെ ജയിൽ മോചനം നടക്കുകയാണ്. പക്ഷെ അവിടെ ഷാനവാസ് ഉഴുന്നാട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അവിടെ കംപ്ലീറ്റ്ലി ഉഴുന്നാട്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ ഇവരെ ജയിലിൽ മോചിപ്പിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ജയിൽ മോചനം നടക്കുമ്പോൾ
പിന്നെയും ലക്ഷ്മിനെ ഇട്ട് പ്രൊവോക്ക് ചെയ്യും, പിന്നെയും പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ മാവ് വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറയാൻ മാവ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അതിൽ മുടിയും ഈ ഈച്ചയൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മാവ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല മാവ് ആട്ടിക്കഴിഞ്ഞില്ല, കംപ്ലീറ്റ്ലി ആട്ടിക്കഴിഞ്ഞതും ഇല്ലായിരുന്നു. ഇതിന് അപ്പം ഇത് ഇവിടെ പോയി പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ആയപ്പം ഇതിനിടയ്ക്ക് ആദിലയും നൂറയും പറയുന്നുണ്ട് ഇയാളുടെ മനസ്സിലുള്ളതെല്ലാം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നൂറ പറയാണ്, അപ്പൊ ഇത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ബേബി എന്ന് നൂറയാണ് ആദില പറയാം. അപ്പൊ നൂറ പറഞ്ഞു ഇയാൾ പക്ക മെയിൽ ഷോവിനിസ്റ്റ് തന്നെയാണെന്ന് നൂറയും പറഞ്ഞു. ഇനി ഇവരെന്നെ നാളെ സപ്പോർട്ട് ചെയ്യും, അത് വേറെ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഈ ആദിലയും നൂറയും തമ്മിൽ ഇവര് ബട്ടാഗേഴ്സ് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. ഇതിനുശേഷം അവിടെ ഊനാലി ഇരുന്നിട്ട് ന്യായീകരിക്കുകയാണ്, അക്ബറിനോട് ഒനിയിലിനോട് ന്യായീകരിക്കുകയാണ്. ആര്യൻ അവിടെ പോയി ഇരിപ്പുണ്ട്, ഇവള് വന്നു ക്യാപ്റ്റൻസി നല്ലതാണെന്ന് പറയാൻ പറ്റും, അതുകൊള്ളാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചതാണ് മാവ് അങ്ങനെ വീണതാണെന്ന്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് മാവ് തലമുടി തന്നെ വീഴുന്നത്? ശരിക്കും ഇയാള് മാവ് എറിയുന്നത് കറക്റ്റ്ലി കാണാമായിരുന്നു. കറക്റ്റ്ലി ഇയാള് മാവ് എറിഞ്ഞത് തന്നെയാണ്, സീരിയസ്ലി കറക്റ്റ്ലി ഇയാള് മാവ് എറിഞ്ഞത് തന്നെയാണ്. അനീഷ് അവിടെ കാണുന്നുണ്ടായിരുന്നു, ഇയാൾ കറക്റ്റ്ലി മാവ് എറിഞ്ഞത് തന്നെയാണ്. ആൻഡ് അതിന് ന്യായീകരിച്ച് ഷാനവാസ് അവിടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതിനിടയ്ക്ക് കുറെ പേര് ഒന്ന് ഫൈറ്റ് ഉണ്ടാവുകയാണ്. ഷാനവാസും ലക്ഷ്മിയും തമ്മിൽ. ലക്ഷ്മിയെ പിടിച്ചിരുന്നിട്ട് ഷാനവാസ് പറയാണ്, പക്ഷെ ഷാനവാസ് എന്നോട് കാണിച്ച ബിഹേവിയർ മോശം തന്നെയാണെന്ന് ലക്ഷ്മി പറഞ്ഞപ്പം ലക്ഷ്മിയുടെ പിന്നെയും ചീത്ത വിളിക്കുകയാണ് ഷാനവാസ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അനിമോള് വന്നിട്ട് പറയുന്നത് അക്ബറിനോട് പറയുന്നത് നിങ്ങളിത് കണ്ടില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ അഭിപ്രായം പറയുന്നത് അക്ബറിനോട് അനിമോള് പറഞ്ഞപ്പം അനിമോളെയും കുറെ ചീത്തയും വിളിച്ചു. അനിമോള് പറഞ്ഞ് നീ പോയി നിന്റെ ഭാര്യയെ പോയി വിളിക്കും എന്നും പറഞ്ഞ് അനിമോള് തിരിച്ചു പറയുന്നുണ്ട്. ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബക്കാർക്കും ഒക്കെയാണ് ഇപ്പം തലപൊക്കാൻ വയ്യാത്തത്. സത്യം പറഞ്ഞ ഇവരെ കാണിക്കുന്ന ഒരു ബിഹേവിയർ കാണും, അവർക്കാണ് ഇപ്പം തലപൊക്കാൻ വയ്യാത്തത്, ഇവരെ ഈ ബിഹേവിയർ. സത്യം എന്തോന്ന് ഇയാളാണെങ്കിൽ ആദ്യം മുതലേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ വീട്ടിൽ പോയിട്ട് അച്ഛനെ വിളിക്കും, വീട്ടിൽ പോയിട്ട് ഭാര്യനെ വിളിക്കുന്ന പറയുന്ന ആളാണ് ഷാനവാസ്. നമുക്ക് ആദ്യം മുതലേ കാണാൻ പറ്റും, ഒരുപാട് പ്രാവശ്യം ഇയാൾ ബിഹേവിയർ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് അവിടെ എന്താ ഈ അനീഷിനെ പിടിച്ചാണ് ഷാനവാസ് അവിടെ നിൽക്കുന്നത്, അല്ലാതെ ഷാനവാസ് അവിടെ ഒരു ഗെയിം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സീരിയസ്ലി. അക്ബർ കഴുകനാണെന്ന് പറയുന്നത്, പക്ഷെ അക്ബറിനൊരു ഗെയിമുണ്ട്, അക്ബർ നല്ലൊരു ഗെയിമറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊരു അറ്റം പോലും ഷാനവാസിന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സീരിയസ്ലി. അത് തുറന്ന് പറയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇതിന്റെ പേരിൽ ഒരു വലിയ വീട്ടുകാർ തമ്മിൽ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ബിഗ് ബോസ് കട്ട് ചെയ്ത് എപ്പിസോഡ് അങ്ങ് തീർത്തു. ഇനിയും കൂടുതൽ കാണുമായിരിക്കും. നമുക്ക് അതിൽ BB+ കാണാൻ പറ്റുമോ തോന്നും, കാരണം അത്രയ്ക്ക് ബോറാണ് ഇന്നത്തെ എപ്പിസോഡ്. അതുപോലെ ബോറായിരിക്കും BB+ലെ എപ്പിസോഡും എന്ന് ഫീൽ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് വേറൊരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മറന്നു, അതൊക്കെ BB+ലെ കാണിക്കുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. മാത്രമല്ല എവിക്ഷൻ നടന്നു എന്ന് പറയുന്നത്, രണ്ടുപേരും എവിക്റ്റായി, ഒനിയിലും ജിസയിലും എവിക്റ്റായി എന്ന് പറയുന്നു. അൺഫെയർ എവിക്ഷൻ തന്നെയാണ്, അൺഫെയർ എവിക്ഷൻ തന്നെയാണ്. ഒനിയിലും ജിസയിലും എവിക്റ്റായി എന്ന് പറയുന്നതിൽ അൺഫെയർ എവിക്ഷൻ, കംപ്ലീറ്റ്ലി അൺഫെയർ എവിക്ഷൻ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ജിസയിൽ പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് നാളെ വീക്കെൻഡ് എപ്പിസോഡിൽ ആരുടെ സംസാരിക്കുമ്പോൾ. ഇതെന്തായാലും ആദ്യം എടുത്തതിൽ ആരുടെ സംസാരിക്കും തോന്നുന്നു, നമുക്ക് നോക്കാം. സോ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. നാളെ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് വരാം. സോ താങ്ക് യു ഓൾ.